ഡയമെൻഷണൽ മോഷൻ. നമ്മൾ 3 ഇക്വേഷൻസ് കണ്ടു. അതിൻ്റെ കൂടെ ഒരു പ്രത്യേക ഇക്വേഷൻ കൂടെ വേണം. അതായത് ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 8 മീറ്റർ 1 സെക്കൻഡ് കൊണ്ട് ഓടി. 2 സെക്കൻഡ് 11 സെക്കൻഡ് കൊണ്ട് 8 മീറ്റർ ഓടി. 12 സെക്കൻഡ് ആയപ്പോൾ 15 മീറ്റർ ഓടി. 13 സെക്കൻഡ് ആയപ്പോൾ 20 മീറ്റർ ഓടി എന്നിരിക്കട്ടെ. എങ്കിൽ ഇത് 11ാമത്തെ സെക്കൻഡ്, ഇത് 12th സെക്കൻഡ്, 13th സെക്കൻഡ്. എങ്കിൽ ഈ 12 കഴിഞ്ഞുള്ള ഈ ഒരു സെക്കൻഡ്, ഇതിന് നമ്മൾ 13ാമത്തെ സെക്കൻഡ് എന്ന് പറയും. ഈ 13ാമത്തെ ഈ ഒരു സെക്കൻഡ് കൊണ്ട്, അതായത് 12 കഴിഞ്ഞ് 13 വരെയുള്ള ആ ഒരു സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരം എന്ന് പറയുന്നത് ഇത്രയാണ്. അതെത്രയാ? 20 - 15 അല്ലേ? 12 സെക്കൻഡ് ആയപ്പോൾ ഇത് 15 മീറ്റർ ഓടിയിട്ടുണ്ട്. 13 സെക്കൻഡ് ആയപ്പോൾ ഇത് 20 മീറ്റർ ഓടിയിട്ടുണ്ട്. എങ്കിൽ 12 മുതൽ 13 വരെയുള്ള ആ ഒരു സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരം 20 - 15 5. ഇതിന് നമ്മൾ 13th സെക്കൻഡിൽ ഓടിയ ദൂരം എന്നല്ലേ പറയണ്ടേ? അപ്പോൾ 13th സെക്കൻഡിൽ ഓടിയ ദൂരം കാണാൻ എന്താ ചെയ്തത്? 13 സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരത്തിൽ നിന്നും 12 സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരം കുറച്ചു. ഇതുപോലെ 12ാമത്തെ സെക്കൻഡിൽ ഓടിയ ദൂരം കാണാൻ എന്ത് ചെയ്യണം? 12 സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരത്തിൽ നിന്ന് 11 സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരം അങ്ങ് കുറച്ചാൽ മതി. അതായത് 15 - 8 = 7 മീറ്റർ. അപ്പം ജനറലായിട്ട് nാമത്തെ സെക്കൻഡ്, nth സെക്കൻഡിലോടിയ ദൂരം. അപ്പോൾ 25ാമത്തെ സെക്കൻഡിലോടിയ ദൂരം കാണാൻ എന്ത് ചെയ്യണം? 25 സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരത്തിൽ നിന്നും 24 സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരം കുറയ്ക്കണം. അപ്പം ജനറലായിട്ട് പറഞ്ഞാൽ നമുക്ക് nth സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരം കാണാൻ എന്താ ചെയ്യേണ്ടത്? n സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരത്തിൽ നിന്നും n-1 സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരം അങ്ങ് കുറച്ചാൽ മതി. 25 നിന്ന് 24 സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരം കുറച്ചു. 13 നിന്ന് 12 സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരം കുറച്ചു. അപ്പോൾ ഏതൊരു സെക്കൻഡിലെ കൊണ്ടോടിയ ദൂരമാണോ കാണേണ്ടത് അതിനുള്ള ഫോർമുല ഇക്വേഷനാണ് നമുക്കിനിയും കാണേണ്ടത്. അപ്പോൾ nth സെക്കൻഡ്, nാമത്തെ സെക്കൻഡ്, അതിന് തൊട്ടു പുറകിലുള്ള ടൈം ഏതാ? n-1. 25 താഴെ 24, 13 താഴെ 12, 8 താഴെ 7. ഒന്ന് കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ nth സെക്കൻഡിലോടിയ ദൂരം കാണാൻ ചെയ്യേണ്ടത് എന്താ? n സെക്കൻഡിലോടിയ ദൂരത്തിൽ നിന്നും n-1 സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരം അങ്ങ് കുറച്ചാൽ മതി. നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഓടിയ ദൂരം SC = ut + ½ AT². ഇത് t സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരമാണ്. എങ്കിൽ n സെക്കൻഡ് കൊണ്ട്, ഈ ടിക്ക് വരെ n എന്ന് ലെറ്റർ അങ്ങ് മാറ്റുന്നുള്ളൂ. n എന്ന് പറയുന്ന സമയം തന്നെയാണ്. അപ്പോൾ ടിക്ക് പകരം n സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരം എന്ന് പറഞ്ഞാൽ SC = ut വരെ u × n. n ഇവിടെ ടൈമിൻ്റെ സിമ്പൽ. അപ്പോൾ u × n + ½ AN². എങ്കിൽ n-1 സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരം എത്ര? S' = u × ടിക്ക് വരെ അപ്പോൾ n-1 എന്നിടണം + ½ A × n-1² എങ്കിൽ nth സെക്കൻഡിൽ ഓടിയ ദൂരം നമ്മൾ ഇതുവരെ കണ്ടത് എന്താ? n സെക്കൻഡ് ഓടിയ ദൂരത്തിൽ നിന്ന് n-1 സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരം കുറയ്ക്കണം. അപ്പോൾ അതിന് nth സെക്കൻഡിൽ ഓടിയ ദൂരത്തിന് n സബ്സ്ക്രിപ്റ്റ് n എന്ന SN എന്നെഴുതും = S - S'. n സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരം -
n-1 സെക്കൻഡ് കൊണ്ടുകൂടിയ ദൂരം. ഇത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എസ് എന്ന് പറഞ്ഞാൽ UN പ്ലസ് ഹാഫ് AN² മൈനസ് ഓഫ് എസ് ഡാഷ് U ഇൻറ്റു n-1 പ്ലസ് ഹാഫ് A ഇൻറ്റു n-1 ദി ഹോൾ സ്ക്വയർ ഈക്വൽസ് UN പ്ലസ് ഹാഫ് AN² മൈനസ് ബ്രാക്കറ്റ് മാറ്റുക. അപ്പോൾ UN മൈനസ് U പ്ലസ് ഹാഫ് A ഇൻറ്റു n-1 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ n² പ്ലസ് 1 മൈനസ് AN A മൈനസ് B ദി ഹോൾ സ്ക്വയർ. ഇത് ബ്രാക്കറ്റ് മാറ്റിയാൽ ഹാഫ് AN² പ്ലസ് ഹാഫ് A മൈനസ് ഹാഫ് A ഇൻറ്റു 2n എന്ന് പറഞ്ഞാൽ AN. ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ബ്രാക്കറ്റും കൂടെ ഒന്നിച്ച് മാറ്റുക. അപ്പോൾ ദിസ് ഈസ് UN പ്ലസ് ഹാഫ് AN² മൈനസ് UN. ഈ ബ്രാക്കറ്റ് മാറ്റുക. മൈനസ് UN. ഈ പുറത്ത് മൈനസാ, മൈനസ് ഓഫ് മൈനസ് പ്ലസ് U. ഇവിടെ ഹാഫ് AN² ഉണ്ട്. ഈ മൈനസ് വരുമ്പോൾ മൈനസ് ഹാഫ് AN². ഹാഫ് A ഇൻറ്റു 1 ഉണ്ട്. ഈ മൈനസ് വരുമ്പോൾ മൈനസ് ഹാഫ് A. ഇവിടെ മൈനസ് AN ഉണ്ട്. ഈ പുറത്തെ മൈനസ് ചെല്ലുമ്പോൾ അത് പ്ലസ് AN എന്നാവും. ഇവിടെ UN മൈനസ് UN കൂടെ ക്യാൻസൽ ചെയ്യും. അതുപോലെ ഹാഫ് AN² മൈനസ് ഹാഫ് AN² കൂടെ ക്യാൻസൽ ചെയ്യും. പോയിട്ട് SN ഈക്വൽസ് U പ്ലസ് AN. U പ്ലസ് AN മൈനസ് ഹാഫ് A. U പ്ലസ് AN മൈനസ് ഹാഫ് A. ഓർ SN ഈക്വൽസ് U പ്ലസ്, ഇവിടെ കോമൺ ഫാക്ടർ എടുക്കാം, A ഇൻറ്റു n-12. ഇതാണ് nth സെക്കൻഡിൽ ഓടിയ ദൂരം കാണാനുള്ള ഇക്വേഷൻ. ഇത് ബൈ ഹാർട്ട് ആയിരിക്കണം. SN ഈക്വൽസ് U പ്ലസ് A ഇൻറ്റു n-12. അപ്പോൾ ബേസ് സ്റ്റാർട്ടിങ് ഇക്വേഷൻ ഇതാ. ടിക്ക് വരും പിന്നെ നമ്മൾ n എന്നും n-1 എന്നും ഇട്ടു. എന്നിട്ട് SN ഈസ് S മൈനസ് S ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ കിട്ടുന്ന ആൻസർ ഇതാണ്. ഓക്കെ, ഇതൊന്നും പരീക്ഷയ്ക്ക് വരയ്ക്കണ്ട, ഇവിടെ മുതലങ്ങ് ചെയ്താൽ മതി. ഒരു പ്രോബ്ലം. A car starting from rest is accelerated at the constant rate 1 meter per second square for 1 minute. Then it runs uniformly for the next 10 minutes. Finally, it is brought to rest in 2 minutes. Find the total distance covered. ഈ ഒരു ഫിഗർ വരയ്ക്കുക. റെസ്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 1 മിനിറ്റ് സമയം കൊണ്ട് അല്ലേ, 1 മിനിറ്റ് സമയം കൊണ്ട് ഇത് സ്പീഡ് കൂട്ടുക, ആക്സിലറേഷൻ ഉണ്ട്. ബി 1 മിനിറ്റ് സമയം കഴിയുമ്പോൾ ഇത് ബിയിലെത്തുന്നു. പിന്നെ ഇത് യൂണിഫോമായിട്ട് അടുത്ത 10 മിനിറ്റ് നേരം ഓടുക. യൂണിഫോമായിട്ട് ഓടുക എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഓടുക, അല്ല കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഓടുക. സ്പീഡ് കൂടുന്നുമില്ല കുറയുന്നുമില്ല. ബി മുതൽ സി വരെ യൂണിഫോം മോഷൻ. ഇവിടെ വെച്ച് ബ്രേക്ക് പിടിച്ച് കുറേശ്ശെ ബ്രേക്ക് പിടിച്ച് ഡിയിൽ കൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഈ മൊത്തം മോഷനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ആക്സിലറേറ്റഡ് മോഷൻ A to B, B to C യൂണിഫോം മോഷൻ, C to D റിട്ടാർഡഡ് മോഷൻ. അപ്പോൾ ഇത് മൊത്തം എന്നിട്ട് മൊത്തം ദൂരം AD എത്ര ആണെന്നാണ് കാണണ്ടേ.
പിന്നെ പാർട്ട് ബൈ പാർട്ടായിട്ട് വേണം ചെയ്യാൻ. ആദ്യം എ ബി എടുക്കുക. പേപ്പറിൻ്റെ ലെഫ്റ്റ് ഹാഫിൽ തന്നിരിക്കുന്ന ഡേറ്റയും കാണേണ്ടത് എന്താണെന്നൊക്കെ കുറിച്ച് വെക്കുക. എ ടു ബി. അപ്പോൾ ഇനിഷ്യൽ പൊസിഷൻ ഇതും ബി ഫൈനൽ പൊസിഷനുമാണ്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യു ഈക്വൽ 0. ആക്സിലറേഷൻ തന്നിട്ടുണ്ട് എ ഈക്വൽസ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ടി തന്നിട്ടുണ്ട് 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്. വി എന്ന് പറഞ്ഞാൽ ബിയിലെത്തുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ്, നമുക്ക് അറിഞ്ഞുകൂടാ, ക്വസ്റ്റ്യൻ മാർക്ക്. എസ് എന്ന് പറഞ്ഞ എ ബി. ഓക്കെ, ആദ്യം നമുക്ക് വി കാണാം. യു എ ടി വി. ഈ 4 ലെറ്ററും കൂടെ വരുന്ന ഒരു ഇക്വേഷൻ ഉള്ളല്ലോ. വി ഈക്വൽസ് യു പ്ലസ് എ ടി ഈക്വൽ 0 പ്ലസ് എ 1 ഇൻറ്റു ടി 60 ഈക്വൽ 60 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഉള്ള വെലോസിറ്റി കിട്ടി. ഇനി എസ് കാണണം. എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് എന്ന് പറഞ്ഞാൽ എ ബി ആണ്. അപ്പോൾ എ ബി ഈക്വൽസ് യു 0 ആയതുകൊണ്ട് യു ടി 0 പ്ലസ് ഹാഫ് ഇൻറ്റു എ 1 ഇൻറ്റു ടി 60 സ്ക്വയർ. ഒരു 60 സെക്കൻഡ് അല്ലേ ടൈം. ടി സ്ക്വയർ 60 സെക്കൻഡ്, അപ്പോൾ 60 സ്ക്വയർ. ഓർ എ ബി ഈക്വൽസ് 1800 മീറ്റർ എന്ന് വരും. അതിനെ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എ ബി ഈക്വൽസ് 1.8 കിലോമീറ്റർ ബോക്സിലിടുക. ഇനിയും നമുക്ക് ബി സി കാണണം. ബി സി കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് ഓടുന്നത് എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ 0യാണ്. ഈ ഇക്വേഷൻ നോക്കിയാൽ എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എ അങ്ങ് 0 ആണെങ്കിൽ എസ് ഈക്വൽസ് യു ടി. അതായത് തുടക്കത്തിൽ വെലോസിറ്റി എത്ര ആണോ അതേ വെലോസിറ്റി തന്നെ പിന്നെ ബാക്കി സമയം മുഴുവൻ പോകുന്നത്. അപ്പോൾ എസ് ഈക്വൽസ് യു ടി. എയുടെ ടൈം വേണ്ട. അപ്പോൾ യൂണിഫോം മോഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഈക്വൽസ് യൂണിഫോം വെലോസിറ്റി അല്ലെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്നങ്ങ് എടുത്താൽ മതി. അപ്പോൾ എവിടെ യൂണിഫോം മോഷൻ എന്ന് കണ്ടാലും ഇവിടെ ഇപ്പോൾ ബി മുതൽ സി വരെ അടുത്ത പാർട്ട് ബി സി എന്ന് പറയുന്ന ദൂരം യൂണിഫോം വെലോസിറ്റി ഇൻറ്റു ടൈം. എപ്പോൾ യൂണിഫോം മോഷൻ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെങ്കിൽ ദൂരം കാണാൻ വെലോസിറ്റി ഇൻറ്റു ടൈം എന്നങ്ങ് എടുത്താൽ മതി. എ ഇല്ലല്ലോ. എസ് ഈക്വൽസ് യു ടി വെലോസിറ്റി ഇൻറ്റു ടൈം. അവിടെ യുവും വിയും എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം ദറ്റ് ഈസ് 60. വെലോസിറ്റി ഇവിടെ വെച്ചുള്ള വെലോസിറ്റി 60 ആയിരുന്നു. സി വരെയും അതേ 60 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണ് ഓടുന്നത്. അപ്പോൾ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 60 ഇൻറ്റു ടൈം 10 മിനിറ്റാണ്. അതിനെ സെക്കൻഡ് ആക്കണം. അപ്പോൾ 10 ഇൻറ്റു 60. അപ്പോൾ 60 ഇൻറ്റു 10 ഇൻറ്റു 60 ദറ്റ് ഈസ് 36,000 മീറ്റർ. കിലോമീറ്റർ ആക്കുമ്പോൾ ബി സി ഈക്വൽ 36 കിലോമീറ്റർ. അപ്പോൾ ബി സിയും കിട്ടി. ഇനി സി ഡി എടുക്കണ്ടേ. സി ഡി എടുക്കുമ്പോൾ സി ആയി ഇനിഷ്യൽ പൊസിഷൻ, ഡി ഫൈനൽ പൊസിഷനാണ്. അപ്പോൾ സി ഡി. അപ്പോൾ യു എന്ന് പറയുന്നത് സിയിലെത്തുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ്. ബിയിൽ വെച്ച് വെലോസിറ്റി 60 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അതേ സ്പീഡ് തന്നെയാണ് സി വരെയും. ഈ 60 ഉള്ള സമയത്താണ് ബ്രേക്ക് പിടിക്കുന്നത്. അപ്പോൾ സിയിലെത്തുമ്പോൾ ഉള്ള ഇവിടുന്ന് സിയിലെത്തുമ്പോൾ ഉള്ള വെലോസിറ്റി 60ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ യു. സി മുതൽ ഡി വരെയുള്ള മോഷൻ എടുക്കുമ്പോൾ സി ഇനിഷ്യൽ പൊസിഷനാണ്. ഇവിടെ വരുമ്പോൾ ഉള്ള വെലോസിറ്റി 60ആണ്. അതാണ് നമുക്ക് ഇനിയിപ്പോൾ യു. അപ്പോൾ യു ഈക്വൽസ് 60 മീറ്റർ പെർ സെക്കൻഡ്. വി 0. ഇവിടെ കൊണ്ട് നിർത്തുക. വി ഈക്വൽ 0. ടി തന്നിട്ടുണ്ട് 2 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 60 അല്ലെ 120 സെക്കൻഡ്സ്. എ എത്ര എന്നറിയണം, കണ്ടുപിടിക്കണം, അറിഞ്ഞുകൂടാ. എസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി ഡി ആണ്. എ കാണാൻ യു വി ടി ഇത് 3 ഉണ്ടല്ലോ എ കാണാൻ. എ ഈക്വൽസ് വി മൈനസ് യു ബൈ ടി ഈക്വൽസ് 0 മൈനസ് 60 by 120 equals -1/2 -1/2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ എ കിട്ടി. ഇനി സി ഡി കാണണം. എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസിന് വരെ സി ഡി ഈക്വൽസ് യു 60 ഇൻറ്റു ടി 120 പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് ഹാഫ്
ഇൻറ്റു ടി സ്ക്വയർ 120 സ്ക്വയർ. എയുടെ സൈൻ മൈനസ് അതുപോലെ ഇടണം. ആൻസർ 3600 മീറ്റർ എന്ന് വരും, അല്ല 3.6 കിലോമീറ്റർ എന്ന് വരും. വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് 3 ദൂരം കിട്ടി. എ ബി കിട്ടി 1.8 കിലോമീറ്റർ, ബി സി കിട്ടി 36 കിലോമീറ്റർ, സി ഡി കിട്ടി 3.6 കിലോമീറ്റർ. എങ്കിൽ മൊത്തം ദൂരം, ഓടിയ ദൂരം എ ഡി ഈക്വൽസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി 1.8 പ്ലസ് 36 പ്ലസ് 3.6 41.4 കിലോമീറ്റർ. അതാണ് ആൻസർ. എക്സാമിനേഷൻ എഴുതുമ്പോൾ സാധാരണ ഈ പ്രോബ്ലം ഒക്കെ ചോദിച്ചാൽ എല്ലാം ചെയ്ത് കഴിഞ്ഞ് അവസാനം ആൻസേഴ്സ് എന്നും പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഇട്ടവരെ, അതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ നമ്പർ ഇട്ട് ഇന്നതിത്ര എന്നെഴുതി ഒരു ബോക്സിനകത്ത് ഇട്ടാൽ ഭംഗിയായിരിക്കും. അതിനനുസരിച്ച് മാർക്കും കിട്ടും. താങ്ക് യു.